അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ 20 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഇവിടെ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ജാതരൂപമയോ മേരുർ ബഹുയോജന വിസ്തരാ കൃതോ മണിമയൈ ശൃംഗൈ ശോഭിത പരമാത്ഭുത. മരീചിർ നാരദോത്രിശ്ച പുലസ്ത്യ പുലഃ ക്രതു ദക്ഷോ വസിഷ്ഠ ഇത്യേതേ ബ്രഹ്മണ പ്രഥിതാസുതാ. മരീചേ കശ്യപോ ജാതോ ദക്ഷകന്യാസ്ത്രയോദശ. താഭ്യോ ദേവാശ്ച ദൈത്യാശ്ച സമുൽപ്പന്നാഹ്യനേകശാം. തതസ്തു കാശ്യപീ സൃഷ്ടി പ്രവൃത്താ ചാതി വിസ്തരാ. മനുഷ്യ പശു സർപ്പാദി ജാതിഭേദൈരനേകധാ. ബ്രഹ്മണശ്ചാർദ്ധദേഹാത്തു മനു സ്വയംഭുവോ ഭവൽ. ശതരൂപാ തഥാ നാരി സംജാതാ വാമഭാഗതാ. പ്രിയവ്രതോത്ഥാനപാദൗ സുതൗ തസ്യാ ബഭൂവതു. തിസ്ര കന്യാ
വരാരോഹ ഹ്യഭവന്നതിസുന്ദരീം ഏവം സൃഷ്ടിം സമുത്പാദ്യ ഭഗവാൻ കമലോദ്ഭവ ചകാര ബ്രഹ്മലോകം ച മേരുശൃംഗേ മനോഹരം വൈകുണ്ഠം ഭഗവാൻ വിഷ്ണു രമാരമണമുത്തമം ക്രീഡാസ്ഥാനം സുരമ്യം ച സർവലോകോപരിസ്ഥിതം ശിവോപി പരമം സ്ഥാനം കൈലാസാഖ്യം ചകാരഃ സമാസാദ്യ ഭൂതഗണം വിജഹാരയധാരുചി സ്വർഗസ്ത്രിവിഷ്ടപോ മേരുശിഖരോപരി കൽപ്പിത തച്ച സ്ഥാനം സുരേന്ദ്രസ്യ നാനാരത്നവിരാജിതം സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ 20 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി മലയാള പരിഭാഷയായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹീധരത്തിലോ ശ്രേഷ്ഠം സ്വർണമയമായ മേരു മണിമയ കൊടുമുടികളാൽ പ്രസിദ്ധം. മരീചിയും നാരദനും പുലസ്ത്യനും പുലഹനും ക്രതുദക്ഷൻ വസിഷ്ഠനും ബ്രഹ്മപുത്രന്മാർ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മരീചിയിൽ കശ്യപനും ദക്ഷനുണ്ടായി 13 മക്കൾ. അവരിലോ ദൈത്യ ദാനവന്മാരും. കശ്യപൻ വിപുലമായി പ്രജാസൃഷ്ടി നടത്തിനാൻ. മനുഷ്യ മൃഗാദി സർപ്പ ഭേദഭാവത്തിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായി മനുതാനും. ഇടതുഭാഗത്തു നിന്നും ശതരൂപയും. ഇവർക്കുണ്ടായി പ്രിയവ്രതൻ ഉത്താനപാദൻ. പിന്നെയോ സുന്ദരികളായ 3 പെൺകുട്ടികളും. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കമലജൻ ഈ വിധത്തിൽ സൃഷ്ടി ചെയ്തതിനു ശേഷം സുമേരുവിൽ ബ്രഹ്മലോകത്തെയും സൃഷ്ടിച്ചു. രമയെ സന്തോഷിപ്പിക്കാൻ വിഷ്ണു വൈകുണ്ഠവും തീർത്തു. രമ്യമാം ക്രീഡാഭവനം സർവപ്രസിദ്ധം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശങ്കരനോ ഉത്തമമാം കൈലാസവും നിർമ്മിച്ചല്ലോ. ഭൂതഗണ സൃഷ്ടി ചെയ്തു വിഹരിച്ചല്ലോ. ഭൂമിക്കും പാതാളത്തിനും അതിരിക്തം സ്വർഗലോകം. മേരുവിൻ്റെ മുകളിലായി ശക്രസ്ഥാനം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗജ്ജനന്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം. ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നാം അനുസ്മരിക്കുന്നു. ഇന്ന് 228 ദിവസം. ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണ ഭാഷാഗാനാദികളിലൂടെ സമർപ്പിച്ചത്. ഇനി പ്രഭാഷണം. 11-ാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസൻ പറയുന്നു, വിഷ്ണു അനുഷ്ഠിച്ച അംബായജ്ഞത്തെക്കുറിച്ച് അല്ലെങ്കിൽ അംബികാമഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിൽ പർവ്വതങ്ങൾ ഉണ്ടാക്കി. ജാതരൂപമയോമേരുൾ ബഹുയോജന വിസ്തര. മഹീധരം എന്ന് പർവ്വതത്തിനു പേര്. അങ്ങനെയുള്ള മഹീധരങ്ങളിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത് മേരുപർവ്വതമാണ്. അത് ജാതരൂപമയ, സ്വർണ്ണ നിറത്തിലുള്ളതാണ്, സ്വർണ്ണമയമാണ്. ജാതരൂപം സ്വർണ്ണമാണ്. സ്വർണ്ണമയമാണെന്ന് മാത്രമല്ല, ബഹുയോജന വിസ്തര, വളരെയധികം യോജന വിസ്താരമുള്ളതാണ്. അനേകം മണിമയങ്ങളായ കൊടുമുടികൾ കൊണ്ട് ശോഭിക്കുന്നതാണത്. രത്നതുല്യമായ കൊടുമുടികൾ, അത്ഭുതം നിറഞ്ഞതാണ് ഈ മേരുപർവ്വതം എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവ് മരീചിർ നാരദോ അത്രിശ്ച പുലസ്ത്യ പുലഹ ക്രുതു ദക്ഷോ വസിഷ്ഠ ഇത്യേതേ ബ്രഹ്മണ പ്രഥിതാസുത. ബ്രഹ്മാവ് സൃഷ്ടിച്ച പുത്രന്മാരിൽ വളരെ പ്രധാനപ്പെട്ട 8 ആളുകളുടെ പേര് പറഞ്ഞു. മരീചി, നാരദൻ, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ദക്ഷൻ, വസിഷ്ഠൻ എന്നിവര്. ഓരോരുത്തരും ഭഗവാന്റെ, ഈ ബ്രഹ്മാവിൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്നുണ്ടായതാണെന്നൊക്കെ ഭാഗവതം വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായത്തിൽ ഇതേപോലെ പറയുന്നുണ്ട്. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രുതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, പിന്നെ നാരദൻ. എന്നാൽ ഇവിടെ പറഞ്ഞതിൽ ഭൃഗുവിൻ്റെയും അങ്കിരസിൻ്റെയും പേരുകൾ ഇവിടെ കാണാനില്ല. എന്തായാലും ഉത്സംഗാൽ നാരദ, നാരദൻ ഉത്സംഗത്തിൽ നിന്ന്, മടിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ദക്ഷൻ പ്രാണനിൽ നിന്ന്, വസിഷ്ഠൻ ത്വക്കിൽ നിന്ന്, ഭൃഗു ആകട്ടെ കൈകളിൽ നിന്ന്, ക്രതു നാഭിയിൽ നിന്ന്, പുലഹൻ കർണത്തിൽ നിന്ന്, പുലസ്ത്യൻ എന്ന ഋഷി മുഖത്ത് നിന്ന്, അതേപോലെ തന്നെ അത്രി കണ്ണിൽ നിന്ന് എന്നിങ്ങനെ ഓരോരുത്തരെയും പറയുന്നു. മരീചി ആകട്ടെ മനസ്സിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഇതിൽ ഈ മരീചിക്ക് കശ്യപൻ എന്ന പുത്രനുണ്ടായി. അതാണ് പിന്നീട് പറഞ്ഞത്. മരീചേ കശ്യപോ ജാതോ ദക്ഷകന്യാസ്ത്രയോദശ. മരീചിയിൽ നിന്ന് കശ്യപനുണ്ടായി. ദക്ഷന് 13 പുത്രിമാരുണ്ടായിരുന്നു. ഈ 13 പേരെ കശ്യപന് വിവാഹം ചെയ്തു കൊടുത്തു. താഭ്യോ ദേവാശ്ച ദൈത്യാശ്ച സമുൽപ്പന്നാഹി അനേകശ. അവരിൽ നിന്ന് അനേകം ദൈത്യന്മാരും ദേവന്മാരും കശ്യപനുണ്ടായി. പിന്നെയോ തതസ്തു കാശ്യപി സൃഷ്ടി പ്രവൃത്താജാതി വിസ്തര. കശ്യപൻ പിന്നെയും ഒരുപാട് സൃഷ്ടികൾ നിർവഹിച്ചു. മനുഷ്യ പശു സർപ്പാദി ജാതിഭേദൈരനേകഥ. മനുഷ്യർ, മൃഗങ്ങൾ, സർപ്പങ്ങൾ തുടങ്ങി അനേകം ഭേദങ്ങളോടെ സൃഷ്ടി, പല പ്രകാരത്തിലുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കശ്യപന്റെ സൃഷ്ടി എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മണശ്ചാർദ്ധദേഹാത്തു മനുസ്വായം ഭുവോഭവൽ. ഈ സൃഷ്ടി കൊണ്ടൊക്കെ ലോകത്ത് പ്രജാസൃഷ്ടി വേണ്ട പോലെ വർദ്ധിക്കണില്ല എന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയി പകുത്തു. അർദ്ധശരീരത്തിൽ നിന്ന് സ്വയംഭുവ മനു ഉണ്ടായി. സ്വയംഭുവായ ബ്രഹ്മാവിൽ നിന്നുണ്ടായതുകൊണ്ട് സ്വയംഭുവൻ എന്ന് പേര് ഈ മനുവിന്. ഈ മനുവിൽ നിന്നുണ്ടായ ആളുകളാണ് മനുജന്മാര്, അല്ലെങ്കിൽ മനുഷ്യര്, മാനവര്. ഇടതുഭാഗത്ത് നിന്ന് ശതരൂപ തഥാനാരി സഞ്ജാത വാമഭാഗത. ഇടതുഭാഗത്ത് നിന്ന് ശതരൂപ എന്ന നാരിയും ഉണ്ടായി. അതുകൊണ്ടാവാം ഒരുപക്ഷെ പുരുഷന്റെ ഇടതുഭാഗത്ത് സ്ത്രീ, വാമഭാഗം എന്ന പേര് വന്നത്. പിന്നെ പ്രിയവ്രതോത്താനപാദോ സുതൗ തസ്യ ബഭൂവതു. ഇവർക്ക് പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിങ്ങനെ 2 പുത്രന്മാര് ആ ശതരൂപാദേവിയിൽ സ്വയംഭൂമനുവിന്. പിന്നെയോ തിസ്രകന്യാവരാരോഹ ഹ്യഭവൻ അതിസുന്ദരി. വളരെ സുന്ദരികളും സുശീലകളുമായിരിക്കുന്ന 3 പെൺകുട്ടികളും അവർക്കുണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി. ഇതാണ് ആ 3 പെൺകുട്ടികൾ എന്നുള്ളത് നമുക്ക് ഭാഗവതത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഏവം സൃഷ്ടിം സമുത്പാദ്യ ഭഗവാൻ കമലോദ്ഭവ ചകാര ബ്രഹ്മലോകം ച മേരുശൃംഗേ മനോഹരം. കമലോദ്ഭവനായ ഭഗവാന്റെ പൊക്കിൾക്കൊടിയിലെ കമലം, അല്ലെങ്കിൽ ആ പത്മത്തിൽ നിന്ന്, താമരപ്പൂവിൽ നിന്നുണ്ടായതുകൊണ്ട് കമലോദ്ഭവൻ
കമലജൻ എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടി നിർവഹിച്ചിട്ട് ഏവം സൃഷ്ടിം സമുൽപാദ്യ ചകാര ബ്രഹ്മലോകം. എന്നിട്ടോ എവിടെ മേരുശൃംഗത്തിൽ മേരുവിൻ്റെ മുകളിൽ മനോഹരമായിരിക്കുന്ന ബ്രഹ്മലോകത്തെ സൃഷ്ടിച്ചു. അതിന് ശാതകൗംഭി എന്നും പേരുണ്ട്. പിന്നെ വൈകുണ്ഠം ഭഗവാൻ വിഷ്ണു രമാരമണമുത്തമം. ഭഗവാൻ വിഷ്ണു വൈകുണ്ഠലോകത്തെ നിർമ്മിച്ചു. എന്തിനാ? ആ രമാരമണം, രമയെ രമിപ്പിക്കാൻ വേണ്ടി, ആ ലക്ഷ്മീദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉത്തമമായിരിക്കുന്ന വൈകുണ്ഠലോകം നിർമ്മിച്ചു. ക്രീഡാസ്ഥാനം സുരമ്യം ച. അത് സർവോത്തമമാണെന്ന് മാത്രമല്ല സുരമ്യമാണ്, ഏറ്റവും രമ്യമാണ്, മനോഹരമാണ്. ആ ക്രീഡാഭവനം സർവലോകോപരിസ്ഥിതം, സർവലോകങ്ങൾക്കും ഉപരിയായി വൈകുണ്ഠലോകം വിരാജിക്കുന്നു. പിന്നെ ശിവോപി പരമം സ്ഥാനം കൈലാസാഖ്യം ചകാരഹ. ശിവനും അതെ, സാക്ഷാൽ ശങ്കരൻ, ആ മഹാദേവനും കൈലാസം എന്നു പേരുള്ള ഉത്തമമായ സ്ഥാനത്തെ നിർമ്മിച്ചു. സമാസാദ്യ ഭൂതഗണം വിജഹാര യഥാരുചി. തൻ്റെ ആ തൃപ്തിയനുസരിച്ച്, രുചിയനുസരിച്ച്, അഭിരുചിയനുസരിച്ച് ഭൂതഗണങ്ങളെയും സൃഷ്ടിച്ച് സാക്ഷാൽ മഹാദേവൻ ആ കൈലാസത്തിൽ പ്രത്യേകമായി വിഹരിച്ചു എന്നും പറയുന്നു. 20ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, സ്വർഗസ്ത്രിവിഷ്ടപോമേരു ശിഖരോപരി കൽപ്പിത. അപ്പോ തച്ചസ്ഥാനം സുരേന്ദ്രസ്യ നാനാരത്ന വിരാജിതം. മനുഷ്യലോകം അത് ഭൂമി, അതിന് താഴെയുള്ള അധോലോകങ്ങൾ, അതിന് പാതാളം എന്നൊരുമിച്ച് പറയുന്നു. ഇത് രണ്ടുമല്ലാതെ ഇതിനതിരിക്തമായി മൂന്നാമത് ഒന്നുണ്ട്, അതാണ് സ്വർഗം. അതെവിടെയാണ്? മേരുശിഖരോപരി കൽപ്പിത. മേരുശിഖരത്തിൻ്റെ മുകളിലായിട്ടാണ് സ്വർഗലോകം. തച്ചസ്ഥാനം സുരേന്ദ്രസ്യ നാനാരത്ന വിരാജിതം. പല രത്നങ്ങളെ കൊണ്ട് ശോഭനമായ അതാണ് ആ സുരേന്ദ്രൻ്റെ, സാക്ഷാൽ ദേവേന്ദ്രൻ്റെ സ്ഥാനം എന്ന് പറയുന്ന ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.